നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കമല് പറഞ്ഞു, എനിക്കിപ്പോൾ സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ കുടുംബം അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. നന്ദിനിക്ക് വന്ന മാറ്റമായിരുന്നു കമലയുടെ സന്തോഷത്തിന്റെ കാരണം. കാരണം നന്ദിനി കുറച്ച് ദിവസമായിട്ട് ഇപ്പം വീട്ടുജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഒരു മാറ്റമാണ്. അങ്ങനെ പകുതി പ്രശ്നങ്ങൾ തീർന്ന പോലെ കമലയ്ക്ക് തോന്നി. ഈ സമയത്ത് മാഷ് നന്ദിനിയെ വിളിച്ചു. നന്ദിനിയോട് ചോദിച്ചു, അല്ല നന്ദിനി, നീ ഈ അഗ്നിപർവ്വം എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, ഉണ്ടച്ച. ഈ അഗ്നിപർവ്വതേ എപ്പോഴും ഒന്നും പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല. അത് ദീർഘകാലം ഇങ്ങനെ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കും. പക്ഷെ ആ സമയത്തും അതിങ്ങനെ പുകഞ്ഞ് കത്തുന്നുണ്ടായിരിക്കും. അങ്ങനെ പുകഞ്ഞ് കത്തിക്കൊണ്ടിരുന്നിട്ട് അതൊരു ഒന്നൊന്നര പൊട്ടലാന്ന് പറയണം. അതുപോലെ ആവരുത് നിന്റെ ഈ മാറ്റം. പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഒരു ഉപമ വെച്ചാണ്, അഗ്നിപർവ്വതെ ഉപമിച്ചുകൊണ്ടാണ് നന്ദിനിയുടെ സ്വഭാവത്തെ മാഷ് പറഞ്ഞു. ഇതെല്ലാം കേട്ടിഞ്ഞപ്പോൾ നന്ദിനി ഒന്ന് ചിരിച്ചു. പിന്നീട് മനസ്സിൽ പറഞ്ഞു, എടോ മരങ്ങോടം മാഷേ, തൻ്റെ ഈ ഊച്ചാളി ഉപമയുണ്ടല്ലോ, ഇതിനുള്ള പണി തനക്കിട്ട് ഞാൻ താൻ കണ്ടു എന്നൊക്കെ ഇങ്ങനെ നന്ദിനി മനസ്സിൽ പറയാം. പക്ഷെ പുറമെ ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കും വിനായകൻ അങ്ങോട്ടേക്ക് വന്നു. വിനായകൻ വന്നിട്ട് കമലയോട് പറഞ്ഞു, അമ്മയുടെ വള പണയം വെച്ച് ഇതേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, നല്ല കാര്യം തന്നെ നീ എടുത്തുകൊണ്ട് വന്നത്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അതെ വിശ്വത്തിന് കൊടുത്തേക്കാൻ പറയാണ്. ഇത് കേട്ടിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, വിനായകൻ ചേട്ടൻ ഇപ്പോഴെങ്കിലും ഇത് എടുത്തുകൊണ്ട് വന്നല്ലോ, കാര്യമൊക്കെ കാര്യം തന്നെ. എന്താണെങ്കിലും ഇതിൻ്റെ പേരിൽ ഞാൻ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ചെയ്ത് തെറ്റാണ്. എന്നാലും പെട്ടെന്ന് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിനായകൻ ചേട്ടൻ അത് എടുത്തുകൊണ്ട് വന്നല്ലോ എന്ന് പറയണം. ആ സമയത്ത് ശ്രീജയോട് കമല പറഞ്ഞൊരു കാര്യം ചെയ്യുമ്പോളെ, നീ ഇത് വാങ്ങിച്ചോ. മാഷ് പറഞ്ഞു, അതെ ബിസിനസ്സിന് വേണ്ടി ഉപകരിക്കട്ടെ എന്ന് പറയണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ ഈ വള തിരിച്ചു വേണ്ട, അത് പണയം വെക്കണ്ട, വിറ്റോളാൻ പറയണം. ബിസിനസ്സിന് അത്രയും പൈസയും കൂടെ മുടക്കോളാൻ പറഞ്ഞു. അങ്ങനെ ശ്രീജയുടെ കയ്യിലേക്ക് വിനായകൻ വള കൊടുത്തു. നന്ദിനിക്ക് ഒട്ടും സഹിച്ചില്ല. അല്ലച്ചാ, അത് പിന്നെ അങ്ങനെയാണെങ്കിൽ ആ വള വിൽക്കുവാണെങ്കിൽ കുറച്ച് പൈസ വിനായക ചേട്ടനും കൂടെ കൊടുത്തുകൂടെയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമല ചോദിച്ചു, അതെന്താ നന്ദിനി അങ്ങനെ പറഞ്ഞേ? അല്ല, വിനായകൻ ചേട്ടന് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ വിനായകൻ ചേട്ടൻ അത് പണയം വെച്ചേ. പിന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എടുത്തു തന്നില്ലേ. ഇത് കേട്ടതും എല്ലാവർക്കും മനസ്സിലായ നന്ദിനിയുടെ സ്വഭാവം. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഇപ്പം നന്ദിനിയുടെ അടുത്തേക്ക് മനസ്സിലായില്ലേ അച്ഛൻ പറഞ്ഞ അഗ്നിപർവ്വതത്തിന്റെ ഉപമ എന്താന്ന്. ഇത് കേട്ടപ്പം നന്ദിനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല, വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പിന്നീട് വേദ എല്ലാവരും ഇരിക്കുന്ന സമയമല്ലേ, ആ സമയത്ത് പറഞ്ഞു, അല്ല അച്ഛമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ക്ഷേത്ര ദർശനം നടത്തണമെന്ന്. എനിക്കൊരു ആഗ്രഹമുണ്ട്, വിക്രം ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ക്ഷേത്ര ദർശനം നടത്തിയാലോ എന്ന്. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഇപ്പോഴെന്താണ് വേണമെന്ന് എനിക്കില്ല, കാരണം ഈ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, അതിനുശേഷം മതി, അല്ലാതെ പെട്ടെന്ന് വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അച്ഛമ്മ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടിയൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, പൈസയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര രൂപയാന്ന് ചോദിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. നന്ദിനി പറഞ്ഞു, ഇനിയിപ്പം ഞാൻ കാരണമാണോ അച്ഛാ അച്ഛന് ഈ യാത്ര വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കാരണമാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ക്ഷമ ചോദിക്കാം. വളയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഞാൻ വള വിറ്റ് കുറച്ച് പൈസ വിനായകൻ ചേട്ടന് വേണമെന്ന്. അതൊന്നും വേണ്ട, ഞാൻ അപ്പോഴും കൂടെ പറഞ്ഞെന്നുള്ളൂ, എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എന്നറിയാലോ, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കമല പറഞ്ഞു, മാഷേ ഇത് നല്ലൊരു സമയം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്, നമുക്കെല്ലാവർക്കും പോയാലോ. മാഷ് പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ആലോചിക്കേണ്ട, എല്ലാവർക്കും കൂടെ പോയേക്കാന്ന് പറയണം. അങ്ങനെ ആ കാര്യത്തിൻ്റെ തീരുമാനമായി. ആ സമയത്ത് വിനായകൻ പറഞ്ഞു, വേദ പറഞ്ഞോളെ തന്നെ വണ്ടിയൊക്കെ ഞാൻ നോക്കിയിരിക്കുന്നു പറയണം. നന്ദിനി ഓർത്തു, ഇപ്പോഴെന്ത് പറഞ്ഞാലും വേദനെ പൊക്കിപ്പിടിച്ചാണല്ലോ വിനായകൻ ചേട്ടൻ സംസാരിക്കുന്നത്. സാരമില്ല, ഈ യാത്രയുടെ അവസാനം ആ വലിയ രഹസ്യം താൻ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദിനി മനസ്സിൽ പറഞ്ഞു. കമല ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ അമ്മയും കൂടെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. മാഷ് പറഞ്ഞു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അമ്മയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഉറപ്പായിട്ടും വരും, അമ്മയ്ക്ക് വയ്യാതിരിക്കുമല്ലേ, പിന്നെ പുറത്തുനിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പത്തേനും അമ്മയ്ക്ക് ഒട്ടും മേലായിരിക്കും, അതുകൊണ്ട് വിളിക്കേണ്ടെന്ന് പറയണം, നമുക്ക് തന്നെ പോയിട്ട് വരാം. അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുത്തു. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, വെള്ളിയാഴ്ച വൈകുന്നേരം പോവാം, ശനി ഞായറും അവധിയെടുക്കാം, എങ്ങനെയുണ്ട്? അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനം ആകുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദ വിക്രത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. കുറച്ച് ആപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് ചെല്ലുന്നത്. ആ സമയം വിക്രം ചോദിച്ചു, ഇതെന്താ ആപ്പിളോ? അതെ, ഇന്ന് ഞാൻ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിക്ക് 100 രൂപയ്ക്ക് കുറച്ച് ആപ്പിൾ കിട്ടിയെന്ന് പറയണം. അത് കേട്ടതും വിക്രം പറഞ്ഞു, കൊള്ളാലോ, നീ എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാന്ന് പറയണം. ഇത് കേട്ടതും വിക്രം ചിരിച്ചു. പിന്നീട് വേദയോട് വിക്രം പറഞ്ഞതേ, ഇന്നൊരു കാര്യം ഉണ്ടെന്ന് പറയണേ. എന്താ? ഞാൻ വരുണിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, നീ പറയുന്നതനുസരിച്ച്. എന്നിട്ടോ? അവനോട് സംസാരിച്ചിട്ട് എന്താ വിക്രത്തിന് തോന്നിയത്? നീ പറഞ്ഞ പോലെ തന്നെ അവന് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പഴയ വരുണല്ല,
അവൻ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, എനിക്കും അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു, പക്ഷേ അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്ന് പറയണം. വിക്രം പറഞ്ഞു, അത് ശരിയാ, ഒരു മനുഷ്യന് പ്രൈവറ്റ് ലൈഫ് ഒന്നും ഉണ്ടല്ലോ, പബ്ലിക് ലൈഫും ഉണ്ട് പ്രൈവറ്റ് ലൈഫും ഉണ്ട്. പുറമേ കാണിക്കുന്ന ഒന്നും പിന്നെ ഉള്ളിൽ വേറെ എന്താന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ ഇവിടെ ഞാൻ നോക്കിയിട്ട് അവൻ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, അവരവരുടെ ഇഷ്ടം ചെയ്യട്ടെ. ഇതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല, നീ നിൻ്റെതായ തീരുമാനം നീ എന്താണെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അല്ല വിക്രം, അത് പിന്നെ അതെ, നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. വേദ പറഞ്ഞു, ശരിയാ, ഞാൻ എൻ്റെ ജീവിതം തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ ദീപ്തിക്കും അവളുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവൻ എങ്ങനെയുള്ളവനാന്ന്, അവന് മാറ്റങ്ങൾ സംഭവിച്ചെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല വേദേ. ഒരുപക്ഷെ അവന് മാറണമെന്ന് തോന്നിക്കാണും, പക്ഷെ അങ്ങനെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായാലും സമൂഹം അത് അംഗീകരിക്കും തോന്നില്ല. സമൂഹത്തിന് ഇഷ്ടം ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവനെ അങ്ങനെ കാണാനായിട്ടാണ്. ഒരു കൊലപാതക എപ്പോഴും കൊലപാതകയായിട്ട് കാണാനോ, അല്ലെങ്കിൽ അവൻ മാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സമൂഹം പെട്ടെന്ന് അത് അംഗീകരിക്കാൻ പോകുന്നില്ല. നിനക്കതറിയാലോ. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ശരിയാ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ദീപ്തിയുടെ കാര്യം ആലോചിച്ച് കഴിയുമ്പോൾ സാരമില്ല, നമുക്കൊരു ദിവസം രണ്ടുപേർ കൂടി ദീപ്തി ഒന്ന് കാണാൻ പോവാം എന്നൊക്കെ ഇങ്ങനെ വിക്രം പറഞ്ഞു. ഈ സമയത്ത് വേദ പറഞ്ഞു, ശരിയാ, നമുക്ക് പോയി കണ്ട് സംസാരിക്കാം. പിന്നെ വരുണ്ട കാര്യം സംസാരിച്ചല്ലോ, അതുപോലെ തന്നെ എനിക്ക് സ്വാമിയുടെ കാര്യത്തിലും ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എന്ത്? സ്വാമി മലയ്ക്ക് പോയിട്ട് വാ. സ്വാമിയുടെ പബ്ലിക് ലൈഫിനെ കുറിച്ച് എനിക്കറിയാം, പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്, ഞാനതൊക്കെ അറിയുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം ചിരിച്ചു വേദയൊന്ന് നോക്കിയിട്ട്. ഇതേ സമയം വരുണ് മുറിക്കകത്ത് ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വാസവൻ അങ്ങോട്ട് കയറി വന്നു. വാസവൻ ചോദിച്ചു, നീ തിരക്കിലാണോ? ഇല്ലച്ചാ. വാസവൻ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാറില്ല, കാരണം നീ എന്ത് ചെയ്താലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാറുമില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റാന്ന് തോന്നാം, പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതൊക്കെ പറയാനായിട്ടുള്ള കാരണം നിനക്കറിയാലോ. വിക്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിനക്കറിയാലോ, നീ കാരണമാണ് ഞാനും വിക്രവും തമ്മിൽ ശത്രുതയിലായത്. അവൻ്റെ പിന്നാലെ ഞാൻ കൂടിയതിൻ്റെ കാരണം നീയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭരം പറഞ്ഞു, എനിക്കറിയാം അച്ഛൻ എന്താ പറഞ്ഞു വരുന്നതെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വാസവൻ പറഞ്ഞു, അല്ല, നീയും ദീപ്തിയായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ച് എനിക്കറിയണം. വിക്രത്തോടുള്ള ദേഷ്യത്വം കൊണ്ടാണോ നീ ആ ദീപ്തിയായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത്, അവളുടെ പിന്നാലെ നടക്കുന്നത്? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വരും പറഞ്ഞു, ഒരിക്കലും ഇല്ല അച്ഛാ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാനിപ്പോൾ ഈ ജീവിതം ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് ദീപ്തി മാത്രമാണ്. മരണത്തിൽ തന്നെ കൈപിടിച്ച് കയറ്റിയത് അവളാണ്. അവളെ ഞാൻ ചതിക്കാനോ ഒരിക്കലുമില്ല. പിന്നെ വിക്രമേണ്ണനോട് എനിക്കിപ്പം ശത്രുതയും ദേഷ്യമൊന്നുമില്ല, പകരം സ്നേഹമുള്ളത്. കാരണം എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി മാറ്റിയതിന് പ്രധാന കാരണം വിക്രമേണ്ണനാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ആ പഴയ ലൈഫിൽ തന്നെ തുടർന്ന് വന്നേനും. അതുകൊണ്ട് ഇനി അച്ഛനും ആ രീതിക്ക് പോയാൽ മതി. അച്ഛന് വിക്രമേണ്ണനോട് ദേഷ്യമൊന്നും വേണ്ട, പകയും വൈരാഗ്യമൊക്കെ ഇവിടം കൊണ്ട് തന്നെ നിർത്തിയേക്കാൻ പറയണം. ദീപ്തിയെ ചതിക്കാനും ഞാൻ ഒരുക്കല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വാസവൻ പറഞ്ഞു, പച്ചമരം കത്താനായിട്ട് ബുദ്ധിമുട്ടാ, കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ അണയ്ക്കാനുമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാ. അതുപോലെ എൻ്റെ കാര്യവും മനസ്സിലുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങനെ അണയ്ക്കാനായിട്ട് പറ്റില്ല. സാരമില്ല, നീ മൊബൈലിൽ കളിക്കുക എന്നും പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. വരുണ്ണാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നീട് ശ്രീകാന്തിനെ കാണാനായിട്ട് വാസവൻ വരുന്നുണ്ട്. അങ്ങനെ വാസവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശ്രീകാന്ത് ചോദിച്ചു, അല്ല എന്താ സാറേ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുക. അതോ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല, കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. എന്ത് മനസ്സിലാവാനായിട്ട്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് ശ്രീകാന്ത് അഭിനയിക്കുകയാണ്. വാസവന് മനസ്സിലായി ശ്രീകാന്തിന് അറിയാമെന്ന്, പക്ഷെ അവന് ഉരുണ്ട് കളിക്കുകയാണ്. വാസവൻ പറഞ്ഞു, അല്ല, ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കുട്ടികളെക്കുറിച്ച്. തൻ്റെ പെങ്ങൾ ദീപ്തിയും എൻ്റെ മകന് വരുണും തമ്മിലുള്ള ഇഷ്ടത്തെ പറ്റിയൊക്കെ. അതാണോ? അത് ഞാനും കേട്ടായിരുന്നു. അത് ചുമ്മാ ആൾക്കാരൊക്കെ ഓരോ ഗോസിപ്പ് ഉണ്ടാക്കുന്നതന്നേ. ഒരാണും പെണ്ണും സംസാരിച്ചാൽ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ ആൾക്കാർ പറയും അവർ തമ്മിൽ ഭയങ്കര പ്രേമമൊന്നും. അതൊന്നും അങ്ങനെ അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല വാസവൻ. അത് കേട്ടപ്പോൾ വാസവൻ പറഞ്ഞു, ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ, പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് കുട്ടിക്കളിയല്ല. ഞാൻ അവനോട് ചോദിച്ചു, അവന് ഇഷ്ടമാണ് ദീപ്തിയെ, വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുക. ശ്രീകാന്ത് ഒന്ന് ഞെട്ടി. ശ്രീകാന്ത് പെട്ടെന്ന് പറഞ്ഞു, അതിപ്പോൾ വേണ്ടാന്ന് പറയണം. അതെന്താ? അല്ല, അത് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷെ അച്ഛൻ്റെ കാര്യം അറിയാലോ, അച്ഛൻ അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോഴേക്കും വാസവൻ പറഞ്ഞു, ശ്രീകാന്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? എന്ത്? അല്ല, ശ്രീകാന്ത് ഈ വിഷയമൊന്നും വീട്ടിൽ അവതരിപ്പിക്കുക, അതിനുശേഷം എന്താണെന്ന് ചെയ്യാം. അത് പിന്നെ പറയുന്നുണ്ടൊന്നും തോന്നരുത് വാസവ. ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറത്താവും. ഒരു കാര്യം ചെയ്യാം,
എനിക്ക് വീട്ടിൽ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനർത്ഥം എൻ്റെ മോനെ പുറത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുന്ന. അതങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എൻ്റെ മകനൊരു തീരുമാനം എടുത്ത് എനിക്ക് അതിനോടൊപ്പം നിൽക്കാനോ പറ്റുള്ളൂ ശ്രീകാന്തേ. നമുക്ക് നോക്കാം എന്ത് വേണമെന്ന്. അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് വാസവൻ അങ്ങോട്ട് പോയി. ശ്രീകാന്ത് മനസ്സിൽ പറഞ്ഞു, എൻ്റെ പെങ്ങളെ നിൻ്റെ മോന് കെട്ടിച്ചറിഞ്ഞല്ലേ, ഈ ജന്മത്തിലത് നടക്കാൻ പോകുന്നില്ല. നിൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കും. എന്തിനു വേണ്ടാന്ന് തനിക്ക് പിന്നീട് അത് മനസ്സിലാവുള്ളൂ. അതും പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം വേദയും വിക്രവും കൂടെ ദീപ്തിയും വരുണ്ണും കാണാന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങുവാണ്. അങ്ങനെ അവരെ കാണാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് വേദ വിക്രത്തോട് പറഞ്ഞു, വിക്രം ഒരു പക്ഷേങ്കിലും നമ്മൾ രണ്ടുപേരും അവരെ സപ്പോർട്ട് ചെയ്യാന്ന് അറിയുകയാണെങ്കിൽ അവരെന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല. വിക്രം ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അവർക്ക് ചിലപ്പം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ എൻ്റെ വീട്ടുകാരിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അല്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലല്ലോ. ഇത് ശരിക്കും ഒരു ജെനുവിനാന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ കാര്യം പോലെ ഒന്നും അല്ല, നമ്മളെ പോലെ ഒന്നും അല്ല. അത് കേട്ടപ്പം വേദ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനും ജീവിക്കാൻ തീരുമാനിച്ചത് നിന്റെ ഒരു തീരുമാനത്തിൻ്റെ പുറത്തായിരുന്നല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചെടുത്തൊരു തീരുമാനമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ജെനുവിനാന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ. അപ്പം നമ്മുടെ കാര്യത്തിൽ ജെനുവിനിറ്റി ഇല്ലയെന്നാ പറയണേ. അപ്പം വിക്രത്തിനോടൊപ്പം ഞാൻ ഈ ഒരു വർഷക്കാലമായിട്ട് ജീവിക്കുന്ന ഞാൻ ജെനുവിൻ അല്ലാത്തതുകൊണ്ടാണ്. ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ വിക്രം, വിക്രത്തിന് മുന്നിൽ ഞാൻ എന്താ കപടത കാണിക്കുമായിരുന്നു? അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്കെന്താ കുഴപ്പമെന്ന് വിക്രം പറ. കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലോ. വിക്രം ആകെപ്പാടെ പെട്ടുപോയി. ഓഹോ, അപ്പം ഇത്രയും കാലം ഞാൻ ജെനുവിനായിട്ടല്ല വിക്രത്തിന് മുന്നിൽ നിന്ന്. ആയിക്കോട്ടെ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ? വിക്രത്തിന് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണോ? അതൊന്നും വേണ്ട. അല്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, വേണമെങ്കിൽ മാറി തന്നേക്കാം. വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും നീ അവിടെ കാണലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇപ്പോഴങ്ങോട്ട് പറഞ്ഞേരെ, പക്ഷെ എൻ്റെ മുഖത്ത് നോക്കി പറയണം എന്ന് മാത്രം. ഇത് കേട്ടപ്പോൾ വിക്രത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് മറുപടി പറയണമെന്നറിയില്ല. അത് വിക്രം നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.